സത്യവും നീതിയും സ്നേഹവും കരുണയും നിറഞ്ഞൊരു ജീവിതം ഞങ്ങൾക്ക് വേണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്നാൽ വിശുദ്ധിയും നന്മയും കരുണയും സ്നേഹവുമുള്ള ഒരു ജീവിതം ഈശോയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. യൂദാശ്ലീഹ എഴുതിയ ലേഖനം 20-21 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശ്ലീഹായിലൂടെ ഇപ്രകാരം എഴുതി വെച്ചു: മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉറ്റുനോക്കിക്കൊണ്ട്, വെറുതെ നോക്കുകയല്ല, ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ എഴുതി വെച്ചത് നമുക്ക് വേണ്ടിയാണ്. മക്കളെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. മനുഷ്യാത്മാവിന് പലപ്പോഴും പ്രാർത്ഥനയുടെ വലിയ ചൈതന്യത്തിലായിരിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നെടുവീർപ്പിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ ശ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുക. നമ്മൾ അയോഗ്യരായിരിക്കാം, പാപികളായിരിക്കാം, അശുദ്ധിയുള്ളവരായിരിക്കാം, പാപത്തിൻ്റെ കെട്ടുകളിൽപ്പെട്ട് പുറത്തു വരാൻ പറ്റാത്തവരായിരിക്കാം, രോഗികളായിരിക്കാം, വേദന കൊണ്ട് നിറഞ്ഞവരായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ പ്രിയ ദൈവ പൈതലേ, നിനക്ക് കാരണം കിട്ടാത്ത നിന്റെ സങ്കടങ്ങൾക്കും നിന്റെ ദുഃഖങ്ങൾക്കും ഒരു ഉത്തരമേയുള്ളൂ: യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം. ക്രൂശിതനെ നോക്കിയിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ക്രിസ്ത്യാനി നിനക്ക് അവകാശമില്ല. കാരണം നിന്റെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്ന നിന്റെ കർത്താവ് നീയായിട്ട് ജീവിച്ച് നിന്നിൽ നിറഞ്ഞു നിന്ന പാപത്തെ അവിടുന്ന് ചുമലിൽ ചുമന്നിട്ട് കർത്താവ് കുരിശിലേറിയത്, പിതാവായ ദൈവത്തിന് അവിടുത്തെ ആത്മാവിനെ സമർപ്പിച്ചത് പ്രിയ ദൈവ പൈതലേ നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രം. ആ കർത്താവിൻ്റെ പാടുപീഡകളുടെ യോഗ്യത ഇതാ നിനക്കിവിടെ ഈ വെളുത്ത തിരുവോസ്തിയിൽ ഈ സ്വർഗീയ സാന്നിധ്യത്തിൽ കാണാൻ കഴിയണം. വിശ്വാസമുള്ളവനെ അത് കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്: മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ആദ്യം നീ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം നിനക്കെല്ലാം ദൈവം തരും. കാരണം അവിടുന്ന് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തിടത്ത് ദുഃഖം, സങ്കടം, വ്യഥകള്, ആകുലതകള് എല്ലാം കയറി വരും. നിന്റെ ജീവിതത്തിൽ ഈശോ അനുവദിക്കുന്ന സഹനങ്ങളിൽ നീ ദുഃഖിക്കും. ഈശോയോട് സഹനം മണ്ടത്തരമാണെന്ന് നീ പറഞ്ഞു പോകും. പക്ഷേ ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ ഒരിക്കൽ മനസ്സിലാക്കി തന്നു: പ്രിയ കുഞ്ഞേ, എല്ലാ സഹനങ്ങളും ദൈവീകമല്ല. എപ്പോഴാണ് സഹനം ദൈവീകവും വിലയുള്ളതുമാകുന്നത്? കർത്താവിനോടൊപ്പം സഹിക്കുന്നവര് ദൈവീകമായ സഹനത്തിൽ പങ്കാളികളാകുന്നു. കർത്താവുള്ള കുരിശിനെ വിലയുള്ളൂ. കർത്താവില്ലാതെ കുരിശ് വഹിച്ചാൽ നമുക്കത് ഭാരമായി തീരും. കർത്താവിനോട് ചേർന്ന് സഹിച്ചാൽ നിന്റെ സഹനത്തിന് വിലയുണ്ടാകും. അതിനാൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, നീ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള നിന്റെ ജീവിതം കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിനക്ക് നഷ്ടപ്പെട്ട നൈർമല്യം, വിശുദ്ധിയുടെ നൈർമല്യം, വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ നീ വീണുപോയപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടത്, നിന്റെ ജീവിത വിശുദ്ധിയിൽ നിനക്കത് പാലിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടത്, നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാതെ നീ നഷ്ടപ്പെടുത്തിയ ദൈവാത്മാവിൻ്റെ ജീവിത ശൈലി, ഇതെല്ലാം നിനക്ക് ഈശോ ഇപ്പോൾ ഇവിടെ വെച്ച് നൽകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകത്തോടെ ദാഹാർത്തരായി ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഉറക്കെ സ്വരത്തിൽ ഈ ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ എല്ലാ ദൈവമക്കളോട് ചേർന്നുകൊണ്ട് അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടി അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, സന്തോഷത്തോടെ അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയെ ആരാധിക്കുന്ന മക്കളിലേക്ക് അളവില്ലാത്ത വിധത്തിൽ അവിടുത്തെ നൽകാമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അടിപതരാതെ മുന്നേറാനും വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും നിയന്ത്രണത്തിനുമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മൗനമായി എല്ലാവരും പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണം. ഞങ്ങളുടെ ജീവിതം മുഴുവനും ഇതാ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അധരത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിത ശൈലികളിൽ, ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, ഞങ്ങളുടെ തീരുമാനങ്ങളിൽ, ഞങ്ങളുടെ ആലോചനകളിൽ, ഞങ്ങളുടെ വഴികളിൽ വിളക്കായി ആത്മാവേ ജ്വലിക്കണമേ. ചെങ്കടലിനെ രണ്ടായി പകുത്തെടുത്ത് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ച പരിശുദ്ധാത്മാവേ, സങ്കടക്കടലിൽ കഴിയുന്ന മക്കളെ സ്നേഹത്തിൻ്റെയും വാഗ്ദാനത്തിൻ്റെയും തീരത്തിലേക്ക് അടുപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുമല്ലോ. രോഗങ്ങളും വേദനകളും ആകുലതകളും പ്രതീക്ഷയറ്റ ചിന്തകളുമായി കഴിയുന്ന ലോകമക്കളിലേക്ക് പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. വിശ്വാസം നഷ്ടപ്പെട്ട ലോക ജനതയിലേക്ക് വിശ്വാസത്തിൻ്റെ തീനാളമായിട്ട് പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഒരു പന്തക്കുസ്ത അനുഭവം സഭയിലുണ്ടാകട്ടെ.
ഒരു പന്തക്കുസ്ത അനുഭവം കുടുംബങ്ങളിലുണ്ടാകട്ടെ. ഒരു പന്തക്കുസ്ത അനുഭവം കേരള സഭയിൽ പ്രത്യേകമായിട്ടുണ്ടാകട്ടെ. അരുതാത്തതിനെ നീക്കി ചേർക്കേണ്ടതിനെ ചേർത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ടാകട്ടെ, ലോകത്ത് മുഴുവനും ഉണ്ടാകട്ടെ. കേരള സഭയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. കരങ്ങൾ ഉയർത്താൻ പ്രിയരെ, മനസ്സുയർത്താൻ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നിറയണമേ, ഇന്ന് നീ എൻ്റെ ഉള്ളിൽ തീനാവുകളായി നിറയണമേ. സഭയിൽ നിറയണമേ, എല്ലാ വൈദികരിലും നിറയണമേ, സമർപ്പിതരിൽ നിറയണമേ, അൽമേനികളിൽ നിറയണമേ, വഴിതെറ്റിപ്പോയരിൽ നിറയണമേ. സഭയിൽ ഒരു ഉണർവുണ്ടാകണമേ, നിറയണമേ കർത്താവേ, ആത്മാവിനെ അയക്കണമേ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നിറയണമേ ഒരു തീനാവായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ എന്നെന്നുള്ളിൽ പുതിയൊരു കതിരായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ എന്നെന്നുള്ളിൽ പുതിയൊരു കതിരായി. നിറയണമേ നീ എന്നെന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു കതിരായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റ് അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റ് അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു കതിരായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു കതിരായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റ് അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ, വലിയ ദേവാലയങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് പരിശുദ്ധാത്മാവേ. ദേവാലയങ്ങളിൽ ബലിയർപ്പണത്തിന് വേദനയോടെ പങ്കെടുക്കേണ്ട സാഹചര്യമാണ് പരിശുദ്ധാത്മാവേ. അനുസരണം അടിമത്തമല്ല എന്ന് പ്രഘോഷിക്കുന്നവരും അനുസരണക്കേടിൻ്റെ അടിമകളായി ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്നുണ്ട്. ആരെനിക്ക് വേണ്ടി സ്വരമുയർത്തുമെന്ന് ഈശോ ഇപ്പോൾ ഈ സമൂഹത്തിൽ വന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ, ഞാനുണ്ട് കർത്താവേ എന്ന്? പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വലിയ ദേവാലയങ്ങളാണ് ഉള്ളത്, എന്നാൽ ഞങ്ങൾ ദേവാലയങ്ങളാകുന്നില്ല. ഞങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സത്യദൈവമായ യേശു ക്രിസ്തുവിനെയാണെങ്കിൽ, യേശു ക്രിസ്തുവിനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ എവിടെയാ ഞങ്ങൾക്ക് തെറ്റിപ്പോയത്? പരിശുദ്ധാത്മാവേ, തെറ്റിലേക്ക് പോകാതെ തെറ്റിൽ നിന്ന് നേരിലേക്ക് വരുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് വേണം. കാരണം അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങൾ സ്വർഗം സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന്. എന്നിട്ട് അമ്മ ഈ ദിവസങ്ങളിൽ നമ്മോട് പറയാ, എൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീര രക്തങ്ങൾ എങ്ങനെയാ ദേവാലയങ്ങളിൽ പലയിടങ്ങളിലും പരികർമ്മം ചെയ്യപ്പെടുന്നത്? വിശ്വാസത്തോടെയും അവിശ്വാസത്തോടെയുമുണ്ട്. ഈശോയുടെ കുരിശുമരണ സമയത്ത്
അവിടുത്തെ മേലങ്കിക്ക് വേണ്ടി നറുക്കിട്ടവരുണ്ട്. അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ ഭാഗിച്ചെടുത്തവരുണ്ട്. അതേ അവസ്ഥയല്ലേ ഇപ്പോഴും നടക്കുന്നത് പലയിടത്തും പലപ്പോഴും. അമ്മ പറയുന്നു, മഹാബലിയുടെ അനുസ്മരണത്തിൻ്റെ സമയത്ത് എൻ്റെ തിരുക്കുമാരനെ രക്ഷകനായി സ്വീകരിക്കാതെ ഭൗതിക നേട്ടങ്ങൾ പകുത്തെടുക്കാനായിട്ടുള്ള ബലിയർപ്പണങ്ങൾ ഇവിടെ നടക്കുമ്പോൾ കുഞ്ഞേ ഞാൻ കരയുകയാണെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ തിരുക്കുമാരനെ വേദനകളും പീഡനങ്ങളും വാക്ചരങ്ങളും കൊണ്ട് കുരിശിലേറ്റിയിട്ട് രക്ഷകനെ സ്വീകരിക്കാതെ രക്ഷകന്റെ വസ്ത്രങ്ങൾ പകുത്തെടുക്കുന്നവരെ പോലെ സ്വന്തം ചിന്തകളും ആഗ്രഹങ്ങളും സ്വാർത്ഥതകളും നേടിയെടുക്കാനായിട്ടുള്ള ബലിയർപ്പണ വേദികൾ ഒരുങ്ങുമ്പോൾ സ്വർഗം അലമുറയിട്ട് കരയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കരച്ചിൽ ആർക്ക് വേണ്ടി? ആത്മാക്കൾക്ക് വേണ്ടി. അവിടുത്തെ ദാഹം ആർക്ക് വേണ്ടി? ആത്മാക്കൾക്ക് വേണ്ടി. മടിച്ചിരിക്കരുത്. ആരും നിന്റെ സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത്. നിന്റെ സ്വന്തം ദുഃഖങ്ങളിൽ ശിരസ് കമിഴ്ത്തിയിരിക്കരുത്. നീ ഉണരണം. നീ ഉണരണം. നീ ഉണർന്നേ പറ്റൂ. നിന്റെ പ്രാർത്ഥനകൾ ഉയർത്തണം ദൈവസന്നിധിയില്. കർത്താവിന്റെ ശരീരം, കർത്താവിന്റെ രക്തം പാനം ചെയ്യുന്ന മക്കളെ, വിശ്വാസത്തിന്റെ വലിയ സമൂഹം ഒരുങ്ങപ്പെടണം. ദ്വിതീയ പന്തക്കുസ്തയ്ക്ക് ഒരുക്കമായിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു സമൂഹം. പണം വേണ്ട, രോഗം തന്നാലും പട്ടിണി തന്നാലും എന്ത് നേടിയെടുക്കണം നമുക്ക്? യേശുവിന്റെ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം, വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം, ദൈവാത്മാവിന് അടിയറ വയ്ക്കുന്ന വിശ്വാസം, ദുരാത്മ ശക്തികളെ ആട്ടിപ്പായിക്കുന്ന വിശ്വാസം, ദൈവിക ചിന്തകളുടെ ഉയർന്ന കാഴ്ചപ്പാടുകൾ. ദൈവമേ, എളിമയോടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദേവാലയങ്ങളായിട്ട് മാറണം കർത്താവേ, വിശുദ്ധിയുടെ ദേവാലയങ്ങൾ. ഞങ്ങളിൽ ഈശോ വസിക്കുന്നെന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവഹിതത്തിന് തടയിടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ലോകത്തിൻ്റെ പ്രൗഢഗംഭീരമായ ആശകൾക്ക് വഴിപ്പെട്ടു കൊടുക്കാതെ ദൈവിക ചിന്തകളോടെ എളിമയിൽ ജീവിക്കുവാനുള്ള കൃപയേകണമേ. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ കളിയാക്കിയാലും നിന്ദിച്ചാലും അപമാനിച്ചാലും, പരിശുദ്ധാത്മാവേ അവിടുന്ന് ബലം തരുന്നെങ്കിൽ ഞങ്ങൾ ബലവാന്മാരായിട്ട് മുന്നേറും. ഈ ആത്മാവിൻ്റെ ചിന്ത ദൈവം സ്വന്തം ഹൃദയത്തിൽ നമുക്കിപ്പോൾ നിക്ഷേപിച്ചു തരികയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഹൃദയം തുറക്കുക. നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും ഇപ്പോൾ ഇവിടെ ഉയർത്തുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത് അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അതേ അഭിഷേകമാണ്. അപ്പസ്തോലന്മാർ മടികൂടാതെ ഭയമില്ലാതെ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചു, ദൈവാത്മാവിനെ അനുസരിച്ചു, ദൈവത്തിന് ബലിയർപ്പിച്ചു. അതേ അഭിഷേകം അപ്പസ്തോലന്മാരിൽ നിറഞ്ഞ അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആവർത്തിച്ച് ആ ഈരടികൾ ആലപിക്കാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ